നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കേരളത്തിൽ 9 ഏപ്രിൽ 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 78.27% വോട്ടെടുപ്പ് രേഖപ്പെടുത്തി. അതിൽ സ്ത്രീ വോട്ടർമാർ 80.86% എന്ന ഉയർന്ന പങ്കാളിത്തത്തോടെ മുന്നിൽ നിന്നു. ചെറിയ സാങ്കേതിക തകരാറുകളും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളും ഒഴിച്ചാൽ വോട്ടെടുപ്പ് പ്രക്രിയ ഭൂരിഭാഗവും ശാന്തമായിരുന്നു. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF, UDF, NDA എന്നിവർക്കിടയിലെ ഹൈസ്റ്റേക്ക് ത്രികോണ പോരാട്ടത്തിൽ 2,71,00,000-ത്തിലധികം വോട്ടർമാർ പങ്കെടുത്തു. ഫലങ്ങൾ 4 മെയ്ന് പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെ നിരവധി പ്രമുഖർ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെ രാവിലെ തന്നെ വോട്ട് ചെയ്തു. 2021 അപേക്ഷിച്ച് മധ്യവും തെക്കൻ കേരളത്തിലുമുള്ള നിയമസഭാ സീറ്റുകളിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുള്ള തരംഗമോ ത്രിശങ്കു നിയമസഭയോ സംബന്ധിച്ച കണക്കൂട്ടലുകൾക്ക് ഇടയാക്കി. മൊത്തം 78.27% വോട്ടെടുപ്പ് സംസ്ഥാന ചരിത്രത്തിലെ 4ാമത്തെ ഉയർന്ന നിരക്കാണ്. കടുത്ത ത്രികോണ മത്സരങ്ങളും ഉയർന്ന വോട്ടിംഗും ജനങ്ങളുടെ ശക്തമായ പങ്കാളിത്തം സൂചിപ്പിച്ചെങ്കിലും ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 85% ലക്ഷ്യത്തിൽ താഴെയായിരുന്നു. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാന ചരിത്രത്തിലെ ഇതുവരെ ഏറ്റവും കൂടുതൽ സാമുദായികമായി സംഘർഷം നിറഞ്ഞ തിരഞ്ഞെടുപ്പായി വിശേഷിപ്പിക്കപ്പെടുന്നു. IUML-നെ ലക്ഷ്യമിട്ട വിവാദ ഓഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെയുള്ള ധ്രുവീകരണ പ്രചാരണ ആരോപണങ്ങൾക്ക് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസുകൾ നൽകി. വിശകലനക്കാർ പറയുന്നത് തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി LDF-ഉം തങ്ങളുടെ പരമ്പരാഗത മതേതര നിലപാട് ദുർബലപ്പെടുത്താൻ തയ്യാറായതായി തോന്നുന്നുവെന്നും വികസനവും ക്ഷേമ പദ്ധതികളും പ്രധാനമായി മുന്നോട്ടുവെച്ചുവെന്നുമാണ്. വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് സ്ഥാനാർത്ഥികൾ കൊച്ചി, തൃശൂർ പോലുള്ള ജില്ലകളിൽ അവസാന നിമിഷം വീടുവീടായി പ്രചാരണം നടത്തി. പിന്തുണ സമാഹരിക്കാൻ അവർ വീടുകൾ, മാർക്കറ്റുകൾ, സമൂഹ ഗ്രൂപ്പുകൾ എന്നിവ സന്ദർശിച്ചു. LDF പ്രവർത്തകർ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ മറ്റ് പാർട്ടികൾ പ്രധാന നഗര ഗ്രാമപ്രദേശങ്ങൾ ലക്ഷ്യമാക്കി വോട്ടുകളുടെ ഏകീകരണം ശ്രമിച്ചു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനിടെ കേരളത്തിലെ പല ഭാഗങ്ങളിലും പണത്തിന് പകരം വോട്ട് വാങ്ങിയെന്ന ആരോപണങ്ങൾ ഉയർന്നു. ഒരു മന്ത്രി ചില പ്രദേശങ്ങളിൽ ഓരോ വോട്ടിനും 15,000 രൂപ വാഗ്ദാനം ചെയ്തതായി ആരോപിച്ചു. അതേസമയം തൃശൂരിലും പാലക്കാട്ടും ഭക്ഷ്യക്കിറ്റുകളും സാധന വിതരണവും സംബന്ധിച്ച പരാതികളും രേഖപ്പെടുത്തി. UDF-ഉം BJP പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിനിടെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ ക്രമക്കേടുകൾ അന്വേഷിച്ചു. EVM-ഉമായി ബന്ധപ്പെട്ട പരാതികളും സ്മാർട്ട് കണ്ണട സംഭവവും കേരളത്തിലെ വോട്ടിംഗ് ദിനത്തെ ശ്രദ്ധേയമാക്കി. കോൺഗ്രസ് പത്തനംതിട്ടയിൽ വിഷയങ്ങളുയർത്തി. അവിടെ യന്ത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ചിത്രം മാത്രം കാണിക്കുന്നതായി പരാതിയുണ്ടായി. കാസർഗോഡിൽ ഒരു UDF ഏജന്റിനെതിരെ വോട്ടിംഗ് കേന്ദ്രത്തിനുള്ളിൽ ക്യാമറ ഘടിപ്പിച്ച സ്മാർട്ട് കണ്ണട ധരിച്ചുവെന്നാരോപിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. ചെറിയ ഏറ്റുമുട്ടലുകളും വ്യാജ വോട്ടിംഗ് ആരോപണങ്ങളും ഉയർന്നു. 2024 വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി മുണ്ടക്കൈയും ചൂരൽമലയും മേഖലകളിൽ നടന്നുവരുന്ന പുനരധിവാസ ശ്രമങ്ങൾ മലനാട് ജില്ലയിലെ നിയമസഭാ സീറ്റുകളിലെ വോട്ടർമാരുടെ മനോഭാവത്തെ ബാധിച്ചു. LDF പുതിയ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രതിപക്ഷം വൈകിപ്പിക്കുന്നതിലും ഫണ്ടുകളുടെ ഉപയോഗത്തിലും ചോദ്യങ്ങളുയർത്തി. ദുരന്താനന്തര സാഹചര്യം 2026 തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന പ്രാദേശിക വിഷയമായി തുടരുന്നു. ആക്രമണാത്മക പ്രചാരണമുണ്ടായിട്ടും 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ദുർബലമായതായി തോന്നി. സ്ഥിരമായ ദ്വിധ്രുവ രാഷ്ട്രീയവും ചില നഗര തീരപ്രദേശങ്ങൾക്കപ്പുറം പരിമിതമായ ആകർഷണവുമാണ് ഇതിന് കാരണമെന്നു വിദഗ്ധർ വിലയിരുത്തി. NDA നിയമം പോലുള്ള സീറ്റുകളിൽ ശ്രമം കേന്ദ്രീകരിച്ചെങ്കിലും പരമ്പരാഗത വോട്ടിംഗ് മാതൃകകൾ തകർക്കാൻ ബുദ്ധിമുട്ടി. പേരുമ്പ്രയിൽ IUML-നെ ലക്ഷ്യമിട്ടതായി ആരോപിക്കുന്ന സാമുദായിക ഓഡിയോ പ്രചാരണത്തെക്കുറിച്ച് UDF നേതാക്കൾ CPIFM-നെ ശക്തമായി വിമർശിച്ചു. LDF കൺവീനർ PP രാമകൃഷ്ണന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നോട്ടീസ് ലഭിച്ചെങ്കിലും ഈ ക്ലിപ്പുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വിവാദം കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായി ആഴപ്പെടുന്ന മതവിഭജനത്തെ വെളിപ്പെടുത്തി. 9 ഏപ്രിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിനാൽ കേരളയിലുടനീളം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞു. മറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും സമാന അവധികൾ കണ്ടു. വോട്ടെടുപ്പ് പ്രക്രിയയ്ക്കിടെ വോട്ടർമാരുടെയും സുരക്ഷാസേനയുടെയും സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചു. പാലക്കാട് കിഴക്കഞ്ചേരിയിലെ ഒരു നഴ്സ് ആലുവയിൽ അപ്രതീക്ഷിതമായി അസുഖബാധിതയായി മരിച്ച സംഭവത്തിൽ അവളുടെ പിതാവ് ആലുവ റൂറൽ SP-ക്ക് പരാതി നൽകി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടു. കിഴക്കഞ്ചേരി തട്ടംകുളം മുണ്ടപ്പാലക്കൽ ജോൺ റിട്ടയർഡിയും JCയും ദമ്പതികളുടെ മകൾ ലീന ജോൺ 25 ഈ മാസം 24-ാം തീയതിയാണ് മരിച്ചത്. തൃശൂർ ഒളാരി മദർ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തിരുന്ന ലീന 24 മാർച്ച് രാവിലെ പരീക്ഷ എഴുതാനെന്ന പേരിൽ എറണാകുളത്തേക്ക് വന്നിരുന്നു. അസുഖം മൂർച്ഛിച്ചതോടെ അവരെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ മരിച്ചതായാണ് കുടുംബത്തിന് വിവരം ലഭിച്ചത്.
കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വാദ്ര യുഡിഎഫിനെ തോൽപ്പിക്കാൻ സിപിഐഎം ബിജെപിയുമായി മറഞ്ഞുള്ള കൂട്ടുകെട്ടുണ്ടെന്ന് ആരോപിച്ചു. രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് റാലികളിൽ ഇതേ ആരോപണം ആവർത്തിച്ചു. എൽഡിഎഫ് ഈ ആരോപണങ്ങൾ നിഷേധിച്ച് അവസാനഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ നിരാശാഭരിത ശ്രമങ്ങളാണെന്ന് പറഞ്ഞു. വോട്ടെടുപ്പ് അവസാനിച്ചതിനു ശേഷം 10 ഏപ്രിൽ തിരുവനന്തപുരം നഗരത്തിൽ വിഷു ഹാൻഡ്ലൂം മേളയും ചിത്രകലാ പ്രദർശനവും പോലുള്ള സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. ഉത്സവാന്തരീക്ഷം നിലനിന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ 9 ഏപ്രിലെ ഉയർന്ന വോട്ടിംഗുമായി ബന്ധപ്പെട്ട പ്രവണതകൾ വിശകലനം ചെയ്യാനും 4 മെയ് നടക്കുന്ന വോട്ടെണ്ണലിന് തയ്യാറെടുക്കാനും തുടങ്ങി. 9 ഏപ്രിൽ വോട്ടെടുപ്പിനെ തുടർന്ന് കേരള കാരുണ്യ പ്ലസ് ലോട്ടറി ഡ്രോ മാറ്റിവച്ചപ്പോൾ സുവർണ കേരളം SK48 ഡ്രോ 10 ഏപ്രിൽ 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനത്തോടെ നടത്തി. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ക്രമീകരണങ്ങൾക്ക് ശേഷം മറ്റ് ലോട്ടറി ഫലങ്ങൾ സാധാരണ പോലെ പുറത്തിറങ്ങി ജനങ്ങളുടെ താൽപര്യം തുടർന്നു. കേരള ബേവ്കോ 2026 മദ്യശാലകളുടെ ഡ്രൈ ഡേകളും പൊതു അവധി ദിവസങ്ങളും ഉൾപ്പെടുത്തിയ പൂർണ്ണ പട്ടിക പുറത്തിറക്കി. ഇതിൽ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച അടച്ചിടലുകളും വിഷു പോലുള്ള വരാനിരിക്കുന്ന ഉത്സവങ്ങളും ഉൾപ്പെട്ടു. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാലയളവ് പരിഗണിച്ച് പൌരന്മാർ തങ്ങളുടെ പദ്ധതികൾക്കായി ഈ പട്ടിക പരിശോധിച്ചു. 2025-26 കാലയളവിൽ തിരുവനന്തപുരം നഗരത്തിൽ തെരുവുനായക്കടിയുടെയും റേബീസ് മൂലമുള്ള മരണങ്ങളുടെയും കേസുകളിൽ ശ്രദ്ധേയമായ വർധന രേഖപ്പെടുത്തി. ഇതൊരു പൌരപ്രശ്നമായി തുടരുന്നതിനാൽ വന്ധ്യംകരണ ക്യാമ്പയിനുകൾ ശക്തമാക്കാനും ജനജാഗ്രത വർദ്ധിപ്പിക്കാനും അധികൃതർ ആഹ്വാനം ചെയ്തു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡും കേരള ബാങ്കും വഴി 10 വർഷത്തെ പുരോഗതി എൽഡിഎഫ് ചൂണ്ടിക്കാട്ടി. മൂലധന ചെലവിലും ലൈഫ് മിഷൻ പോലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളിലും പുരോഗതിയുണ്ടെന്ന് അവകാശപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷം സംസ്ഥാനത്തിന്റെ ആകെ ധനകാര്യ നിലയെ ചോദ്യം ചെയ്തു. സൂപ്പർസ്റ്റാർ മോഹൻലാൽ 9 ഏപ്രിൽ സാധാരണ പൌരനെന്ന പോലെ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്തു. തുടർന്ന് മഷി പുരട്ടിയ വിരൽ കാണിച്ചു. അദ്ദേഹത്തിന്റെ പങ്കാളിത്തം കേരളയിൽ കൂടുതൽ വോട്ടിംഗിന് ശക്തമായ പൊതുസന്ദേശമായി. കേരളയിൽ 1000-ലധികം വോട്ടിംഗ് ജീവനക്കാർ പോസ്റ്റൽ ബാലറ്റിലുണ്ടായ വൈകിപ്പിക്കൽ കാരണം തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാനായില്ല. മൊത്തത്തിൽ ഉയർന്ന വോട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു ഗൌരവമായ ആശങ്കയായി കണക്കാക്കപ്പെട്ടു. ഡേറ്റിംഗ് ആപ്പുകൾ പരിധിയില്ലാത്ത സൗഹൃദത്തിന്റെ നിധിയെന്ന് വാഗ്ദാനം ചെയ്യുന്നു. തുറന്ന മനസ്സോടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പ്രകടിപ്പിക്കുന്ന യുവതലമുറ സമാന ചിന്താഗതിയുള്ളവരെ കണ്ടെത്തുകയും ബന്ധങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ കുറ്റവാളികൾ പലപ്പോഴും ഇതിനെ ദുരുപയോഗം ചെയ്ത് ഡേറ്റിംഗ് ആപ്പുകളെ വലിയ തട്ടിപ്പുകളാക്കി മാറ്റുന്നു. അത്തരമൊരു സംഭവം നോയിഡയിൽ നടന്നു. 2026 തിരഞ്ഞെടുപ്പുകളിൽ പ്രധാന വോട്ടർ വിഷയങ്ങളായി സിൽവർ ലൈൻ പദ്ധതി, ആവർത്തിച്ചുള്ള പ്രളയങ്ങൾ, പരിസ്ഥിതി ആശങ്കകൾ, ശബരിമല സംബന്ധിച്ച വിവാദങ്ങൾ, അഴിമതി, നിയമവും ക്രമവും എന്നിവ നിലനിന്നു. പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഈ വിഷയങ്ങൾ ചർച്ചയുടെ കേന്ദ്രം. തൃശൂർ മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണ ആരോപണങ്ങളെ തുടർന്ന് യുഡിഎഫും ബിജെപി പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലും വോട്ടിംഗ് ദിനത്തിലും സമാധാനം നിലനിർത്താൻ പോലീസ് ഇടപെടേണ്ടി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ ധർമ്മടത്തിൽ രാവിലെ തന്നെ വോട്ട് ചെയ്തു. തുടർന്നുള്ള വികസനത്തിനും മതേതര മൂല്യങ്ങൾക്കും പിന്തുണ നൽകണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. എൽഡിഎഫിന്റെ ക്ഷേമനേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി തുടർച്ചയായ 3ാം കാലാവധിക്ക് പിന്തുണ ആവശ്യപ്പെട്ടു. യുഡിഎഫ് നേതാവ് വി.ഡി. സതീശൻ ശക്തമായ ജനവിധിയെയും വിട്ടുപോയ പ്രവർത്തകരുടെ തിരിച്ചുവരവിനെയും കുറിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എൽഡിഎഫിന്റെ ഭരണരേഖയെ വിമർശിച്ച അദ്ദേഹം പ്രചാരണത്തിനിടെ ധ്രുവീകരണ രാഷ്ട്രീയമാണ് സ്വീകരിച്ചതെന്ന് ആരോപിച്ചു.